ഹലോ ഗൈസ്, അപ്പം എൻ്റെ പേര് ലിസ്ലയ. ഞാൻ മെറിറ്റ്സ് അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് തേർഡ് ഇയർ റേഡിയോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ റേഡിയോളജി കോഴ്സ് എടുത്തപ്പോൾ തൊട്ട് എന്നോട് ഓരോരുത്തർ പറയുന്നുണ്ട് ഈ എക്സ്റേ ഭയങ്കര അപകടമല്ലേ, അല്ലെങ്കിൽ അത് ഭയങ്കര പാടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റേഡിയോളജി പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനോട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ചോദിച്ചു നോക്കാം. അച്ഛേ, ഈ എക്സ്റേ അപകടമാണോ? ഇല്ല, അപകടമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു അളവിൽ കൂടുതൽ കൊണ്ടുവരുമ്പോഴത്തേക്കിനാണ് പ്രശ്നമാകുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ കൊള്ളാനും മാത്രമുള്ള റേഡിയേഷൻ നമ്മൾ അടിക്കുന്നില്ല. നമ്മൾ അലാറ പ്രിൻസിപ്പിള്, പിന്നെ അതിന്റെ പ്രോട്ടോകോൾസ്, എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്ത് റേഡിയേഷൻ ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ റേഡിയേഷനെ പേടിക്കേണ്ടതായിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ റേഡിയേഷൻ സ്പ്രെഡ് ആവുമോ? ഇല്ല, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇത് സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ടുണ്ടായിരുന്നു. ഐഷേ, നമ്മുടെ എക്സ്റേ റേഡിയേഷന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്റ്റാഫിനെയും പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഷീൽഡ് ഏതൊക്കെയാണെന്ന് അറിയാമോ? എക്സ്റേ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഡ് ആപ്രോൺസ്, ലെഡ് ബാരിയേഴ്സ്, പിന്നെ ഗുണാൾ ഷീൽഡ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. പബ്ലിക്കിനുള്ള പ്രൊട്ടക്ഷൻ എന്തൊക്കെയാ? പബ്ലിക്കിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിയുള്ള വാൾസ് ഉണ്ട്, അതിൽ ലെഡ് കവറിങ് ഉള്ളതാണ്. അതുകൊണ്ട് റേഡിയേഷൻ പുറത്തോട്ടൊന്നും പോകത്തില്ല. ആദ്യത്തെ എക്സ്റേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയാമോ? എക്സ്റേയുടെ പ്രിൻസിപ്പിളാണ് അലാറ ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നല്ലൊരു ഇമേജ് എടുക്കുന്ന ടെക്നിക്കാണ് അലാറ. അഞ്ജനെ, ഈ എക്സ്റേ ഒഴിവാക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? എക്സ്റേ നമ്മൾ പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ എക്സ്റേ പ്രിഫർ ചെയ്യാറില്ല. കാരണം അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നത് കൊണ്ട് എക്സ്റേ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ വളരെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ എടുക്കാം. അതുപോലെ തന്നെ ശിശുക്കളിൽ, കുട്ടികളിൽ നമ്മൾ മാക്സിമം എക്സ്റേ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നാൽ അത്രയും എമർജൻസി ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ എടുക്കാം.